ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എരട്ടയാറാണ്. എരട്ടയാറ് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നമുക്കറിയാം കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് എരട്ടയാറ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാലിന്യങ്ങൾ അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് കൂമ്പാരമായിട്ട് കൂടുകയാണ്. മനോഹരമായ ഇടുക്കിയും അതിൻ്റെ പച്ചപ്പൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എരട്ടയാറ് ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യാലയത്തിന് മുമ്പിലാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് എരട്ടയാറ് ബസ് സ്റ്റാൻഡും ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ പൂമ്പാറ്റകളുടെ ഒരു പൂക്കാലം എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ അടിപൊളി ഒരു ഗാർഡൻ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പൂമ്പാറ്റകൾ നിർമ്മിച്ചിരിക്കുന്നത്. 10,000-ലധികം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ കൊണ്ടാണ് ഇവിടെ പൂമ്പാറ്റ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഗ്രീൻ എരട്ടയാർ 2025 എന്ന് പറയുന്ന ജനകീയ മാലിന്യ വിമുക്ത കേരളത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ പൂക്കളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്. നല്ല മനോഹരമായ രീതിയിലാണ് പൂമ്പാറ്റ ഇവിടെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം, നമ്മുടെ ഈ കുപ്പികളൊക്കെ ഒരു കഥ നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വലിച്ചെറിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കുപ്പികളാണ് ഇത് എന്നുള്ളൊരു കഥ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. എന്നാണെങ്കിലും ആ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ന് ഭൂമിക്കൊരു ഭാരമാണ്. നമ്മുടെ ചുറ്റുമുള്ള മനോഹരമായിരിക്കുന്ന പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പൗരന്റെയും കടമയാണ്. നമുക്ക് അതിനുവേണ്ടി പോരാടാം. നല്ല ഒരു നാളേക്കായി.